ശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈ വചനം ശ്രവിക്കുന്നതിനായി നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാം. നമ്മളായിരിക്കുന്ന അവസ്ഥയിലേക്ക് ഈശോയെ ക്ഷണിക്കാം. 1 പത്രോസ് 4:19 വചനം ഇങ്ങനെ പറയുന്നു: ദൈവഹിതമനുസരിച്ച് സഹിക്കുവാൻ നന്മ ചെയ്തുകൊണ്ട് വിശ്വസ്തനായ സൃഷ്ടാവിന് തങ്ങളുടെ ആത്മാക്കളെ ഭരമേൽപ്പിക്കട്ടെ. എനിക്കായി, ഞങ്ങൾക്ക് ഓരോരുത്തർക്കായി സഹിച്ച യേശുവേ, സഹനത്തിൻ്റെ മൂല്യങ്ങളെ കൂടുതലായി ആഴമായി മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ഓരോ സഹനത്തിലും യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് ശക്തി പ്രാപിക്കുവാൻ കൃപ നൽകണമേ. സഹനത്തിലൂടെ യേശുവിൻ്റെ രക്ഷാകര കർമ്മങ്ങളിൽ പങ്കുപറ്റുവാൻ കൃപ നൽകുകയും ചെയ്യണമേ. ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ചെയ്യണമേ. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, സഹനത്തെപ്പറ്റി ഓർക്കുമ്പോൾ നമുക്ക് വേണ്ട എന്ന് വേണേൽ ചിന്തിക്കാം. സഹനം എന്തിനാണ്? സഹനം മാറ്റിത്തരണമേ എന്നാണ് പലരുടെയും പ്രാർത്ഥന. പക്ഷേ അച്ഛൻ ഇങ്ങനെ പറയും, നമ്മെ സംബന്ധിച്ചുള്ള യേശുവിനെ അനുഭവിച്ച ഒരു വ്യക്തി സഹനം തരല്ലേ എന്ന് പ്രാർത്ഥിക്കരുത്. കാരണം യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ സഹനത്തിലൂടെ മാത്രമേ നന്മയും രക്ഷയും കൈവന്നിട്ടുള്ളൂ. അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും വ്യക്തിപരമായ രക്ഷയ്ക്കും കുടുംബത്തിൻ്റെ രക്ഷയ്ക്കും യേശു നൽകുന്ന സഹനങ്ങളെ ഏറ്റെടുക്കുവാനായിട്ട് സാധിക്കണം. ഇനി യേശു തരാത്ത സഹനങ്ങളുമുണ്ട്. പലതരത്തിലുള്ള സഹനങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്. അത് വീണ്ടും പത്രോസ്ലീഹ പറയുന്നു, 1 പത്രോസ് 4:15 നിങ്ങളിൽ ആരും തന്നെ കൊലപാതകിയോ മോഷ്ടാവോ ദുഷ്കർമ്മിയോ പരദ്രോഹിയോ ആയി പീഡ സഹിക്കുവാൻ ഇടയാകരുത്. അപ്പോൾ അതുകൊണ്ട് ഒരു വ്യക്തി കൊലപാതകം ചെയ്തു കഴിയുമ്പോൾ ശിക്ഷിക്കപ്പെടുന്നു, ജയിലിൽ അടയ്ക്കപ്പെടുന്നു, വർഷങ്ങളോളം അതിൽ കഴിയണം. അതൊരു സഹനമാണ്. അല്ലെങ്കിൽ തുടർച്ചയായിട്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് കരൾ രോഗം സംഭവിക്കുന്നു. അത് ദൈവം നൽകുന്നതല്ല, അവനോൻ തന്നെ വരുത്തി വയ്ക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അശ്രദ്ധ കൊണ്ടും നമ്മളുടെ തെറ്റായ ജീവിത രീതി കൊണ്ടും ഒക്കെ ചില സഹനങ്ങൾ കടന്നു വരാറുണ്ട്. പക്ഷേ യേശു നൽകുന്ന സഹനങ്ങളെ തിരിച്ചറിഞ്ഞ് അത് മാറ്റണമേ എന്നല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. യേശുവെ, അതിനെ സ്വീകരിക്കുവാനും അതിലൂടെ യേശുവിൻ്റെ രക്ഷാകര പദ്ധതി തിരിച്ചറിയുവാനും കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം. പത്രോസ്ലീഹ പറയുന്നുണ്ട് 1 പത്രോസ് 4:16, അതായത് നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ അനുയായികളാണ്, ക്രിസ്ത്യാനികളാണ്, യേശുവിനെ അനുഗമിക്കുന്നവരാണ്. അതുകൊണ്ട് നീ ഒരു ക്രിസ്ത്യാനി എന്ന രീതിയിൽ സഹിക്കേണ്ടി വരുന്നതിൽ നീ ലജ്ജിക്കരുത്. വചനം ഇങ്ങനെ പറയുന്നു: ക്രിസ്ത്യാനി എന്ന നിലയിലാണ് ഒരുവൻ പീഡ സഹിക്കുന്നതെങ്കിൽ അതിൽ അവൻ ലജ്ജിക്കാതിരിക്കട്ടെ. പിന്നെയോ ക്രിസ്ത്യാനി എന്ന നാമത്തിൽ അഭിമാനിച്ചുകൊണ്ട് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. അപ്പം അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ അനുയായികളാണ്, ക്രിസ്ത്യാനിയാണോ എന്ന ചിന്തതയിൽ സഹനം തരുമ്പോൾ നമ്മൾ ലജ്ജിച്ച് നമ്മൾ മാറി നിൽക്കുന്ന ഒരു അവസ്ഥ വരരുത്. എനിക്കിത് വന്നല്ലോ, എനിക്ക് ഈ ഗതികേട് വന്നല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മൾ അഭിമാനത്തോടുകൂടി യേശുവിനെ മഹത്വപ്പെടുത്തുന്ന വ്യക്തികളായി മാറണമെന്ന് പത്രോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, എന്താണ് നമ്മളുടെ സഹനങ്ങൾ? തീർച്ചയായിട്ടും ക്രിസ്തുവിനെ അനുഭവിച്ചു കഴിയുമ്പോൾ ക്രിസ്തുവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കണം, കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കണം. ഇതെല്ലാം ഒരു സഹനമല്ലേ? തീർച്ചയായിട്ടും മദ്യപിച്ചു വരുന്ന ഭർത്താവ് ഭാര്യയോട് ഒരുപക്ഷെ വഴക്കടയ്ക്കുന്നു, അസ്വസ്ഥതകൾ പറയുന്നു. അപ്പോൾ അതിനനുസരിച്ച് തിരിച്ചു പറയുവാൻ സാധിക്കാതെ ക്ഷമിക്കുമ്പോൾ അതൊരു സഹനമാണ്. വീണ്ടും ഒരുപക്ഷെ നമുക്കെതിരെ മറ്റുള്ളവർ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു നടക്കുമ്പോൾ വേണേ നമുക്കും അവർക്കെതിരെ പറഞ്ഞു നടക്കാം, അല്ലെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നടക്കുകയും ചെയ്യാം. പക്ഷെ നമ്മൾ യേശുവിനെ പ്രതി സഹിക്കുമ്പോൾ അതൊരു സഹനമാണ്. അപ്പോൾ അതുകൊണ്ട് പത്രോസ്ലീഹ പറയുന്ന ഈ വാക്യം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കട്ടെ. ക്രിസ്ത്യാനി എന്ന രീതിയിൽ, ക്രിസ്തുവിൻ്റെ മകൻ മകൾ എന്ന രീതിയിൽ
നമുക്ക് സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ സ്നേഹമുള്ള മക്കളെ നമുക്ക് അഭിമാനം കൊള്ളുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് പത്രോസ്ലീഹ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ യേശുവിൻ്റെ അനുയായികളായി തീരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണം, വിശുദ്ധിയിലേക്ക് ജീവിക്കണം. ഒരു യുവാവ് പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു യുവജന ധ്യാനത്തിൽ പങ്കെടുത്ത മകനാണ്. അപ്പോൾ ആ മകൻ പറയാണ്, അച്ഛൻ ധ്യാനത്തിന് ശേഷം ഞാൻ തിരിച്ച് എൻ്റെ പഠന സ്ഥലത്തേക്ക് പോയി. ഒരു 5 പേര് ഒരുമിച്ച് ഒരു മുറിയിൽ ഒന്നിച്ച് താമസിക്കുന്ന അവസ്ഥയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിനു മുമ്പ് ഇവരൊന്നിച്ച് മദ്യപാനം മറ്റുള്ള തെറ്റായ വഴികളിലൂടെയൊക്കെ നീങ്ങുമായിരുന്നു. ധ്യാനം കഴിഞ്ഞ് എന്നപ്പോൾ ആത്മാവിൽ അവൻ പ്രവർത്തിക്കാൻ തുടങ്ങി. കർത്താവിനെ പ്രതി കർത്താവിൻ്റെ വഴികൾ അനുസരിച്ച് ജീവിക്കുവാൻ അവൻ തീരുമാനിക്കുകയാണ്. പിന്നീട് കൂട്ടുകാർ മദ്യപാനത്തിന് ക്ഷണിക്കുമ്പോഴും തെറ്റായ വഴികളിലേക്ക് ക്ഷണിക്കുമ്പോൾ അവൻ അതിലേക്ക് പോകാതെയായി. പക്ഷേ ഇവൻ ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അവനെതിരെ കളിയാക്കല്, അവരെ ഒറ്റപ്പെടുത്താൻ തുടങ്ങുന്ന അവസ്ഥ. ഏകദേശം നീ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് മാറിക്കോ, നീ വിശുദ്ധനല്ല, നീ മാറിക്കോ എന്നുള്ള ഒരു ചിന്തയിലേക്ക് കടന്നു വരാൻ തുടങ്ങി. അങ്ങനെ അവന് മനസ്സിലായി ഞാൻ ഇവിടെ നിന്ന് മാറേണ്ട വ്യക്തിയാണെന്ന്. അങ്ങനെ അവന് മാറി വേറെ ഒരു വളരെ ചെറിയൊരു റൂമിലേക്ക് വാടകയ്ക്ക് മാറുകയാണ്. അങ്ങനെ അവൻ അവിടെ യേശുവിനെ പ്രതി സഹിക്കുവാനായിട്ട് തുടങ്ങുകയാണ്. അവൻ പറഞ്ഞു, ഒത്തിരി തന്നെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ആ കൂട്ടുകാരൊക്കെ മാറിയപ്പോൾ എനിക്ക് അസ്വസ്ഥയൊക്കെ തോന്നി, എന്നെ ആരും മനസ്സിലാക്കുന്നില്ലോ, ഞാൻ നന്മ ചെയ്തതിൻ്റെ ഫലമായിട്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന്. പക്ഷേ അവൻ പറയാണ്, 1.5 മാസം കഴിഞ്ഞപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന വേറൊരു കൂട്ടുകാരൻ ഇവൻ്റെ അടുക്കിലേക്ക് വരികയാണ്. അവൻ്റെ ജീവിതത്തിൽ എന്തോ മാറ്റങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവൻ പറയാണ്, എനിക്ക് ആ തെറ്റായ കൂട്ടുകെട്ടൊക്കെ മാറണം, അല്ലെങ്കിൽ ഉപേക്ഷിക്കണം, ഞാനും നിന്റെ കൂട്ടത്തിൽ കൂടുകയാണെന്ന്. അവൻ അന്ന് ആ സഹനങ്ങളെയൊക്കെ സന്തോഷത്തോടെ ഏറ്റെടുത്തപ്പോൾ അതൊരു രക്ഷയായി മാറിയത് കണ്ടോ. വീണ്ടും ആ തെറ്റിൽ നിന്ന് അടുത്തേക്ക് വരികയാണ്. അപ്പം അതുകൊണ്ട് സ്നേഹമുള്ളവരെ, യേശുവിനെ പ്രതി സഹിക്കുമ്പോൾ നമ്മൾക്ക് വേദനകൾ കടന്നു വരാം. പത്രോസ്ലീഹ പറയുന്നത് പോലെ അഭിമാനത്തോടുകൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് സാധിക്കണം. ഇനി ഇതിനുള്ള ശക്തി ലഭിക്കുന്നത് നമുക്ക് ലോകത്തിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ ഒന്നും അല്ല, യേശുവിൽ നിന്നാണ്. യേശുവിൻ്റെ ജീവിതത്തിലേക്കൊന്നും നമുക്ക് കടന്നു ചെല്ലാം. യേശു നമ്മളോട് പറയുന്നുണ്ട്. പത്രോസ്ലീഹ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. 1 പത്രോസ് 4:19 സഹനങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ യേശുവിനെ പോലെ എങ്ങനെ സഹിക്കണമെന്ന് പറഞ്ഞു തരികയാണ്. അതെങ്ങനെയാണ്? ദൈവഹിതം അനുസരിച്ച് സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് വിശ്വസ്തനായ സൃഷ്ടാവിന് തങ്ങളുടെ ആത്മാക്കളെ ഭരമേൽപ്പിക്കട്ടെ. വചനം ഞാൻ ഒന്നും കൂടിയും പറയാം. 1 പത്രോസ് 4:19 ദൈവഹിതം അനുസരിച്ച് സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് വിശ്വസ്തനായ സൃഷ്ടാവിന് തങ്ങളുടെ ആത്മാക്കളെ ഭരമേൽപ്പിക്കട്ടെ. സ്നേഹമുള്ളവരെ, നാം പറഞ്ഞല്ലോ, ക്രിസ്ത്യാനി എന്ന രീതിയിൽ യേശുവിൻ്റെ വഴിയിലൂടെ നീങ്ങുമ്പോൾ സഹനം കടന്നു വരും, ഉറപ്പാണ്. ഇനി ആ സഹനങ്ങൾ യേശുവിനെ പോലെ നന്മ ചെയ്തുകൊണ്ട് നമ്മുടെ ആത്മാവിനെ സൃഷ്ടാവായ ദൈവത്തിന് ഭരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് പറയുകയാണ്. നമ്മൾ സഹിക്കുമ്പോൾ ഒന്നെങ്കിൽ നന്മ ചെയ്യാം, അല്ലെങ്കിൽ തിന്മ ചെയ്യാം. ഉറപ്പാണ്, ഒന്നെങ്കിൽ നന്മ അല്ലെങ്കിൽ തിന്മ. കാരണം ഒന്ന്, നമുക്കെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയും, നമ്മൾ തിരിച്ചു പറയുന്നു. അല്ലെങ്കിൽ നമുക്ക് നന്മ ചെയ്യാൻ പറ്റി തന്നെ, മറ്റുള്ളവർ പറഞ്ഞു എങ്കിലും ഞാൻ ക്ഷമിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പത്രോസ്ലീഹ പറയുന്നത്, നന്മ ചെയ്ത് നീ ജീവിക്കുമ്പോൾ, സഹിക്കുമ്പോഴാണ് അവിടെ പുണ്യമായി മാറുന്നത്. അതുകൊണ്ടാണ് ക്രിസ്തീയ സഹനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാനുള്ള ഒരു അവസരമാണ്. ക്രിസ്തീയ സഹനത്തിലൂടെ യേശുവിൻ്റെ രക്ഷാകര കർമ്മങ്ങളിൽ നമ്മൾ പങ്കുപറ്റുകയാണ്. കൂടുതലായി യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. യേശുവിൻ്റെ സഹനത്തിൽ നന്മ ചെയ്ത് നീങ്ങിയ അവസരങ്ങളെപ്പറ്റി ധ്യാനിക്കുമ്പോൾ കൂടുതൽ നമ്മളുടെ സഹനത്തിലും യേശുവിനെ പോലെ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. നമ്മൾ കാണുകയാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശുവിൻ്റെ പ്രലോഭനത്തെ പറ്റി. പിശാച് അവിടെ വരുന്നു, യേശുവിനെ പ്രലോഭിപ്പിക്കുകയാണ്. ഇത് ഈ കല്ലുകളെ അപ്പമാകാനായിട്ട് പറയുന്നു. അതായത് ഒന്ന് കൽപ്പിച്ചാൽ മതി, ഇതെല്ലാം മാറുമല്ലോ. വീണ്ടും പറയുന്നു, ദേവാലയ ഗോപുരത്തിൽ കൊണ്ടു ചെന്നിട്ട് പറയുകയാണ്, ഒന്ന് ചാടി, അല്ലെങ്കിൽ എന്നെ ഒന്നൊന്ന് കുമ്പിട്ടെ, ഒന്ന് ചെയ്താൽ മതി, മാത്രം മതി എന്ന് പറയുകയാണ്. ഒരു പക്ഷേക്കെ നമ്മുടെ ജീവിതത്തിലേക്കും പ്രലോഭനങ്ങൾ കടന്നു വരുന്ന ഇതേ രീതിയിലല്ലേ?
സ്നേഹമുള്ളവരെ, തീർച്ചയായിട്ടും അപ്പത്തിന് വേണ്ടി അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒന്ന് കണ്ണടയ്ക്കുന്നതിന് വേണ്ടി ഒന്ന് കണ്ണടച്ചാൽ മതി. ഒരു പ്രാവശ്യം ഒന്ന് ചെയ്തെന്ന് വെച്ച് എന്നാ പറ്റുന്നേ? അതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ? സ്നേഹമുള്ളവരെ, ഈ പ്രലോഭനങ്ങൾ നമ്മളിലേക്ക് കടന്നു വരും. യേശു ഈ പ്രലോഭനങ്ങളെല്ലാം അതിജീവിച്ചത് ശക്തമായിട്ട് വചനത്തിന്റെ ശക്തിയാലാണ്. സ്നേഹമുള്ളവരെ, അവിടുന്ന് പറഞ്ഞു, ഇത് ചെയ്യരുതെന്ന് വചനം പറയുന്നു. ഇതാ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് വചനം പറയുന്നുവെന്ന് തിരിച്ചു പറയുകയാണ്. അപ്പോൾ വചനത്തിന്റെ മുന്നിൽ പിശാചിന് പിടിച്ചു നിൽക്കാൻ പറ്റൂല. അവൻ വീണ്ടും വീണ്ടും ഒരു പ്രലോഭനം കഴിഞ്ഞു, രണ്ടാം പ്രലോഭനം കഴിഞ്ഞു, വീണ്ടും വീണ്ടും തെറ്റിലേക്ക് നയിക്കുവാനായിട്ട് പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ യേശു വചനത്തിന്റെ ശക്തിയാൽ മുന്നോട്ട് നീങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ സ്നേഹമുള്ളവരെ, മനസ്സിലാക്കുക, നമ്മൾ ഈ തെറ്റുകളിലേക്ക് പോകുവാനുള്ള സാഹചര്യങ്ങൾ പ്രലോഭനത്തിലൂടെ കടന്നു വരുമ്പോൾ വചനത്തിന്റെ ശക്തിയാൽ നമ്മൾ ശക്തി പ്രാപിക്കണം. അതുകൊണ്ട് ഒരു പ്രലോഭനമൊക്കെ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ പറയാൻ സാധിക്കണം, ഇതാ ശക്തനായവൻ എന്നിൽ വലിയ കാര്യങ്ങൾ ചെയ്യും, യേശുവിന്റെ നാമത്തിൽ പ്രലോഭനങ്ങൾ വിട്ടുപോകട്ടെ. അങ്ങനെ വചനത്തിന്റെ ശക്തിയാൽ നമുക്ക് നിറയുവാനായിട്ട് സാധിച്ചാൽ സാത്താനെയും പ്രലോഭനങ്ങളെയും നമുക്ക് തരണം ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ട് യേശു ഈ പ്രലോഭനങ്ങളെല്ലാം നേരിട്ടത് വചനത്തിന്റെ ശക്തിയാലാണ്. വചനം പറഞ്ഞു, നീ ഒന്ന് പോടാന്നോ തെറി വിളിക്കാനോ ഒന്നും പോയില്ല. ഒരുപക്ഷെ നമുക്ക് പ്രലോഭനങ്ങളും നമുക്ക് ദേഷ്യമൊക്കെ നൽകുന്നവരോട് നമ്മൾ തിരിച്ച് രണ്ട് ദേഷ്യപ്പെട്ടാലോ തീർച്ചയായിട്ടും ആ സഹനങ്ങൾ പുണ്യങ്ങളായി മാറാതെ പോവുകയാണ്. മറിച്ച് യേശു നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ കുമ്പിടാമ്പുള്ളൂ എന്ന് എഴുതപ്പെട്ടിട്ടില്ലേ എന്ന്, അതായത് എഴുതപ്പെട്ടത് വചനമാണ്, ദൈവത്തിന്റെ വചനം, യഹോവ നൽകിയത്, അത് ചേർത്തുകൊണ്ടാണ് പറഞ്ഞത്. വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ നമ്മുടെ ഈശോ വെളിപ്പെടുത്തിയ ഏതാനും കാര്യങ്ങളുണ്ട്. പ്രലോഭനങ്ങളെ എങ്ങനെ തരണം ചെയ്യണമെന്ന്. സ്നേഹമുള്ളവരെ, അത് 5 കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് നല്ലതാ. കാരണം നമ്മളൊക്കെ പലതരത്തിലുള്ള പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവരാ. ഈ പറയുന്ന അച്ഛനായിക്കോട്ടെ, കേൾക്കുന്ന നിങ്ങളെല്ലാവരും. അപ്പോൾ ഈ പ്രലോഭനങ്ങളെ തരണം ചെയ്യണം. നമ്മൾ ആ സഹനങ്ങളെ ഏറ്റെടുത്ത് നന്മയുടെ വഴിയിലൂടെ പോകണം. ഈശോ പറയുന്നതും പത്രോസ്ലീഹ നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ്, സഹനങ്ങൾ വരും, നന്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ളത്. ഒന്നാമതായി വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ ഈശോ വെളിപ്പെടുത്തിയൊരു കാര്യമാണ്, പ്രലോഭനങ്ങൾക്കെതിരായി തനിയെ പോരാടാതെ ഉടനെ കുമ്പസാരക്കാരനെ അറിയിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ പ്രലോഭനത്തിന്റെ ശക്തി നഷ്ടപ്പെട്ടു പോകും. സ്നേഹമുള്ളവർ, ഇതാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കുക, ഇപ്പോൾ ഉദാഹരണത്തിന് മദ്യപാനം ഉപേക്ഷിച്ച വ്യക്തി പല പാർട്ടിയിലോ പല സാഹചര്യങ്ങളിലൊക്കെ പോകുമ്പോൾ മദ്യപിക്കാനുള്ള അവസരങ്ങൾ കൂടുതൽ വരും. ഒന്ന് കുടിച്ചാലോ, ഒന്നായെന്ന് വെച്ച് കുഴപ്പം എന്താ എന്നുള്ള ചിന്തകളൊക്കെ നമ്മളിലേക്ക് വരാം. സ്നേഹമുള്ളവരെ, ഇത് തുടർച്ചയായിട്ട് നമ്മളിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ പാപത്തെ മാത്രമല്ല കുമ്പസാരത്തിൽ പറയേണ്ടത്, നമ്മൾ കുമ്പസാരക്കാരനോട് പറയണം, വൈദികനോട് പറയണം, അച്ചോ ഇന്ന പാപം എന്നെ അലട്ടുന്നു, അതെന്നെ അസ്വസ്ഥപ്പെടുത്തുകയാണ്. സ്നേഹമുള്ളവരെ, അപ്പൊ തുടർച്ചയായിട്ട് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഈ പ്രലോഭനം വൈദികനോട് പറയുമ്പോൾ, കുമ്പസാരക്കൂട്ടിൽ പറയുമ്പോൾ ആ പ്രലോഭനത്തിന്റെ ശക്തി കുറയുകയാണ്. ഈശോ തന്നെ ഫൗസ്റ്റീനിലൂടെ വെളിപ്പെടുത്തുകയാണ്, നമ്മളപ്പോൾ നമ്മുടെ കുമ്പസാരത്തിൽ നമ്മൾ നേരിടുന്ന ചില തഴക്കദോഷങ്ങൾ ഉപേക്ഷിച്ചതൊക്കെ ആയിരിക്കും നമ്മൾ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കും. അത് കുമ്പസാരക്കൂട്ടിൽ പറയുമ്പോൾ, തീർച്ചയായിട്ടും വൈദികനോട് പറയുമ്പോൾ അതിൻ്റെ ശക്തി നഷ്ടപ്പെട്ടു പോവുകയാണ്. രണ്ടാമതായിട്ട് പറയുന്നത്, ഈ മാതിരി വിഷമസ്ഥിതിയിൽ നിന്റെ സമാധാനം നഷ്ടപ്പെടുത്താതെ എൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കുക, എൻ്റെ അമ്മയുടെയും വിശുദ്ധരുടെയും സഹായം തേടുക. അപ്പോൾ നമുക്ക് ഈ പ്രലോഭനങ്ങളും അസ്വസ്ഥതകളും കടന്നു വരുമ്പോൾ വിഷമിച്ച്, അയ്യോ എനിക്ക് അത് വന്നല്ലോ, ഇത് വന്നല്ലോ, എപ്പോൾ ആ ചിന്ത വരികയാണല്ലോ, എനിക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഈശോയുടെ സാന്നിധ്യം, എൻ്റെ സാന്നിധ്യം കൊണ്ട്, ഈശോ എൻ്റെ ഉണ്ട്, ഹൃദയത്തിലേക്ക് ഈശോയുടെ ചിന്ത കൊണ്ടുവരിക, മനസ്സിലേക്ക് യേശുവിൻ്റെ ചിന്ത കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധരുടെയും മാധ്യസ്ഥം തരുന്നു. അമ്മേ, എന്നെ ഈ പ്രലോഭനത്തെ തരണം ചെയ്യുവാൻ ശക്തി തരണമേ. വിശുദ്ധരെ, എൻ്റെ മാമോദിസ പേരിന് കാരണഭൂതനായ എൻ്റെ വിശുദ്ധനെ എനിക്ക് ശക്തി നൽകണമേ. അവരുടെ മാധ്യസ്ഥം കൂടിയും തേടുമ്പോൾ പ്രലോഭനത്തെ നേരിടുവാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് പറയുന്നു, ഞാൻ നിന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്നും താങ്ങി നിർത്തുന്നുണ്ടെന്നും ഈ ഉറപ്പ് സ്വയം ഉണ്ടാക്കുക. നിന്നെ നിരീക്ഷിക്കുന്നു, അതോടൊപ്പം തന്നെ നിന്നെ ഞാൻ താങ്ങി നിർത്തുന്നു. ഒരു പക്ഷേ നമ്മളുടെ സഹനത്തിലും ഈ പ്രലോഭനത്തിലും നമ്മൾക്ക് തളർന്നു പോകുവാനുള്ള അവസരങ്ങൾ വരും. ആ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ശക്തമായിട്ട് വിശ്വാസത്തോടുകൂടി കൊണ്ടുവരേണ്ട ചിന്ത എന്നാൽ, ഞാൻ നിന്നെ താങ്ങി നിർത്തുന്നു, ഞാൻ നിന്നെ അതോടൊപ്പം തന്നെ നിരീക്ഷിക്കുന്നു. ഈശോ എന്നെ കാണുന്നു,
ഞാനിപ്പോൾ പ്രലോഭനത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ സഹനങ്ങളിൽ എന്നിലുണ്ടെന്ന് ആര് കാണുന്നു? ഈശോ കാണുന്നു. കാരണം ഈശോ എല്ലാം കാണുന്നതാണ്. ഈശോ കാണുന്നു എന്നുള്ള ചിന്ത തന്നെ നമുക്ക് ആശ്വാസം നൽകും, പ്രലോഭനത്തെ തരണം ചെയ്യുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. വീണ്ടും 4-മതായിട്ട് പറയുകയാണ്, ഞാൻ നിന്നെ താങ്ങുന്നത് കൊണ്ട് ആത്മാവിൻ്റെ പോരാട്ടത്തിലും പ്രലോഭനങ്ങളിലും ഭയപ്പെടരുത്. പോരാടാൻ നീ തയ്യാറായാൽ വിജയം നിന്റേതാണെന്ന് മനസ്സിലാക്കുക. അതായത് ഈ പ്രലോഭനത്തെ എനിക്ക് തരണം ചെയ്യാൻ സാധിക്കും. ഈ പോരാട്ടത്തിൽ നീ തനിയല്ല, നിന്റെ കൂടെ യേശുവുണ്ട്. എന്നെ ശക്തനാക്കുന്ന യേശുവിലൂടെ എനിക്ക് ചെയ്യാൻ പറ്റും. ഈ പ്രലോഭനത്തെ തരണം ചെയ്യാൻ പറ്റും. അത് എൻ്റെ മാനുഷിക ശക്തി കൊണ്ടല്ല, ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് എനിക്ക് നേരിടാൻ സാധിക്കുമെന്നുള്ള ഒരു ഉറപ്പും കൂടി ഉണ്ടായിരിക്കട്ടെ. 5-മതായിട്ട് പറയുന്നത്, ധീരതയോടെ പോരാടുമ്പോൾ നീ എന്നെ അത്യധികം മഹത്വപ്പെടുത്തുകയും നിന്റെ ആത്മീയ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യുക. എന്നോടുള്ള നിന്റെ വിശ്വസ്തത വെളിപ്പെടുത്താനുള്ള ഒരു അവസരമാണ് പ്രലോഭനം. കേട്ടോ, ഓരോ പ്രലോഭനത്തിലൂടെയും എൻ്റെ യേശുവേ, ഞാൻ നിന്റെ മകനായി ഇപ്പോഴും നിലനിൽക്കുന്നു, ഞാൻ നിന്റെ മകനായി വിശ്വസ്തയോട് നിലനിൽക്കുന്നു, ഞാൻ നിന്റെ മകളായി ചേർന്ന് നിൽക്കുന്നു എന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഓരോ അവസരങ്ങളാണ് സ്നേഹമുള്ളവരിലെ പ്രലോഭനം എന്ന് പറയുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, പ്രലോഭനത്തിലൂടെ ദൈവം നമുക്ക് സഹനമാണ് തരുന്നത്. കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഒരു അവസരമാണ്. അതുകൊണ്ടാണ് മരുഭൂമിയിലെ പ്രലോഭനത്തിന് ശേഷം യേശുവിനെ മാലാഖന്മാർ വന്ന് ശുശ്രൂഷിച്ചു എന്നാണ് പറയുന്നത്. സ്നേഹമുള്ളവരെ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ, പ്രലോഭനങ്ങളെ നമ്മൾ നേരിടുന്ന അവസരത്തിൽ നമുക്ക് ശാരീരികമായും മാനസികമായും ചില അസ്വസ്ഥതകൾ ഉണ്ടാവും, ഉറപ്പാണ്. പക്ഷേ അതിനെ ഈ ഫൗസ്റ്റീനയോട് വെളിപ്പെടുത്തിയ കാര്യങ്ങളിലൂടെ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ ഈശോ എന്നെ കാണുന്നു, നിരീക്ഷിക്കുന്നു, താങ്ങി നിർത്തുന്നു, ഈശോ എന്നെ കാണുന്നു, ഞാൻ തനിയല്ല പോരാടുന്നത്, ഈശോ എൻ്റെ കൂടെയുണ്ട്. ഈ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമുക്ക് ഒരു ആത്മീയമായ ഒരു ആനന്ദം കിട്ടും. അതാണ് പ്രലോഭനങ്ങളെ വിജയകരമായി തരണം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അനുഭവിക്കുന്ന ഒരു സമാധാനം, ഒരു ശാന്തി. അത് നിലനിൽക്കുന്ന സമാധാനമാണ് സ്നേഹമുള്ളവരെ. അപ്പം അതുകൊണ്ട് പ്രലോഭനങ്ങളെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കട്ടെ, നന്മ ചെയ്തുകൊണ്ട്, വചനത്തിൻ്റെ ശക്തിയിൽ നന്മ ചെയ്ത് നീങ്ങുവാനായിട്ട് സാധിക്കട്ടെ. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 16-ാമത്തെ വാക്യം. അതിൽ നമ്മൾ കാണുകയാണ്, യേശു സ്വദേശത്ത് അവഗണിക്കപ്പെടുന്നു. സ്വദേശത്ത് യേശുവിനൊരു സ്ഥാനം കിട്ടാതെ വരികയാണ്. ഒരു സാബത്ത് ദിവസം യേശു സിനഗോഗിലേക്ക് ചെല്ലുന്നു. വളരെ ശക്തമായിട്ട് യേശയ്യാപ്രവാചകന്റെ പുസ്തകം എടുത്ത് വായിക്കുന്നുണ്ട്. ഇതാ കർത്താവ് എൻ്റെ മേൽ ആത്മാവുണ്ട്, ഇതാ വചനം പ്രഘോഷിക്കുവാൻ എന്നുള്ള കർത്താവിൻ്റെ ദൗത്യത്തെ പറ്റി എല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടവർ എല്ലാം ആശ്ചര്യപ്പെട്ടു. ഓ, ഇവന് ഇത്രമാത്രം ശക്തി എവിടെ നിന്ന് കിട്ടി? ഇവൻ വലിയവനാണല്ലോ. പക്ഷേ വേറെ ചില കൂട്ടർ പറയാൻ തുടങ്ങി, ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ, ഇവൻ ഒരു മരപ്പണിക്കാരനല്ലേ, ഇവന്റെ സഹോദരന്മാരെ നമുക്ക് അറിഞ്ഞുകൂടെ? പത്രോസ്, യോഹന്നായി മീൻപിടുത്തക്കാരല്ലേ, ഇവരുടെ സഹോദരിമാര് നമ്മുടെ കൂടെ ഇല്ലേ, സാധാരണ സ്ത്രീകൾ. ഇവൻ ഒരു ഫിലോസഫറുടെ മകനൊന്നുമല്ല, ഇവൻ വലിയ പഠിപ്പുള്ള ഒരു വ്യക്തിയുടെ, ഒരു ടീച്ചറിന്റെ മകനൊന്നുമല്ല. അതായത് യേശുവിന്റെ ബാക്ക്ഗ്രൗണ്ട് അത്ര വലുതല്ല എന്നാണ് അവന്റെ സ്വദേശത്തുള്ളവർ കാണുന്നത്, ഇല്ലേ? യേശു എന്ന വ്യക്തിയല്ല കാണുന്നത്, യേശു ചെയ്ത വലിയ വചന പ്രഘോഷണത്തെയല്ല കാണുന്നത്, യേശു ചെയ്ത നന്മയല്ല കാണുന്നത്, ബാക്ക്ഗ്രൗണ്ട്. സ്നേഹമുള്ളവരെ, ചിലപ്പോൾ ഒക്കെ നമ്മൾ വ്യക്തികളെ വിധിക്കുന്നത് ഇങ്ങനെയല്ലേ? ഒരുപക്ഷെ ഒത്തിരി നന്മകളും, ഒരു വ്യക്തി നല്ലതായിരിക്കാം, പക്ഷെ അവന്റെ വീട്ടിൽ പണ്ട് അങ്ങനെ നടന്നിട്ടുള്ളതാ, ഇന്ന പ്രശ്നം നടന്നിട്ടുള്ളതാ. ഇങ്ങനെ നമ്മുടെ മനസ്സിലേക്കും പരസ്പരം പറഞ്ഞ് ഒരു വ്യക്തി നന്മ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പോലും അവന്റെ ബാക്ക്ഗ്രൗണ്ടും കുടുംബ മഹിമയും സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് നമ്മൾ ചവിട്ടിത്താത്താറില്ലേ? സ്നേഹമുള്ളവരെ, മനസ്സിലാക്കുക, ഒരുപക്ഷെ ഈ അവഗണനയൊക്കെ ഞാനും നിങ്ങളൊക്കെ സ്വന്തം ഭവനത്തിലോ ജോലി സ്ഥലത്തൊക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ നമ്മൾ തളരരുത്. ഇവിടെയും പത്രോസ്ലീഹ പറയുന്നത് പോലെ ഈ സഹനത്തിലൂടെ പിറുവിറുത്തുകൊണ്ടല്ല, എതിർത്തുകൊണ്ടല്ല, നന്മ ചെയ്തു പോകുവാനായിട്ട് സാധിക്കണം. അവിടെയാണ് യേശുവിൻ്റെ ശക്തിയും കൃപയും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. വീണ്ടും ആ വചനത്തിൽ നമ്മൾ കാണുകയാണ്, മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 4-ാം വാക്യം. യേശു പറഞ്ഞു, സ്വദേശത്ത് ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും പ്രവാചകൻ അവഗണിക്കപ്പെടുന്നില്ല എന്ന്.
എങ്കിൽ പോലും നമ്മൾ കാണുകയാണ് യേശു മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 5-ാം വാക്യം ഏതാനും രോഗികളുടെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്തും. ഇതാണ് സഹനങ്ങൾ ഏറ്റെടുത്തെങ്കിലും യേശു പറയുകയാണ് ഇതാ നന്മ ചെയ്തുകൊണ്ട് ജീവിക്കണമെന്ന്. ഇവിടെ യേശു ചെയ്ത നന്മ എന്താണ്? യേശു ചെയ്ത നന്മ സുഖപ്പെടുത്തി ഏതാനും രോഗികളെ. കണ്ടില്ലേ? അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ അവഗണിക്കപ്പെടാം. നമ്മുടെ ഭവനത്തിൽ ഒരുപക്ഷെ ജീവിത പങ്കാളി പറയുന്നുണ്ടാവും, എനിക്ക് ഈ ഭവനത്തിൽ ഒരു സ്ഥാനമില്ല, എൻ്റെ മക്കളെ എന്നെ അംഗീകരിക്കുന്നില്ല. ഒരുപക്ഷെ മാതാപിതാക്കൾ പറയാം, എനിക്ക് രോഗമായി, എൻ്റെ പ്രായാധിക്യമായി ഒന്നും നോക്കുന്നില്ലല്ലോ. അവഗണിക്കപ്പെട്ട വ്യക്തിയായിരിക്കാം. പക്ഷെ അതിനു പകരം നമ്മൾ പെറുപെറുത്തോ, അവർക്ക് ശാപവാക്കുകൾ പറഞ്ഞു ജീവിക്കരുത്. സ്നേഹമുള്ളവരെ, ഒരുപക്ഷെ നിന്റെ ശുശ്രൂഷയിൽ ദൈവികമായ ശക്തിയോടുകൂടി ജീവിച്ചതിന്റെ ഫലമായി തെറ്റിദ്ധരിക്കപ്പെട്ട് നീ ഇന്ന് മാറി നിൽക്കുകയാണോ? ഈശോ പറയുന്നു, നീ മാറി നിൽക്കരുത്, കടന്നു വരിക. നീ നന്മ ചെയ്ത് ആരൊക്കെ നിനക്ക് വേദന നൽകിയോ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവെ അവർക്ക് മാനസാന്തരം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്മ ചെയ്ത് മുന്നേറുക. അവിടെയാണ് ദൈവത്തിന്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും, നന്മ ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. കാരണം നമ്മുടെ ആത്മാവിനെ നമ്മൾ പിതാവായ ദൈവത്തിന് സമർപ്പിച്ചിരിക്കുക. കാരണം എൻ്റെ ആത്മാവ് രക്ഷിക്കപ്പെടണം, കാരണം എൻ്റെ സഹനത്തിലൂടെ ആ ആത്മാവിന്റെ വിശുദ്ധീകരണം സംഭവിക്കുന്ന ഈ സഹനത്തിലൂടെയാണ്. സ്നേഹമുള്ളവരെ, അപ്പൊ അതുകൊണ്ട് കത്തോലിക്കരായ നമുക്ക്, ക്രിസ്ത്യാനികളായി നമുക്ക്, മാമോദിസ സ്വീകരിച്ച നമുക്ക്, യേശുവിന്റെ പ്രിയ മകനും മകളുമായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ഈ സഹനം യേശുവിൻ്റെ രക്ഷാകര പദ്ധതിയിൽ പങ്കുചേരുവാനുള്ള ഒരു അവസരമാണ്, നന്മ ചെയ്യാനുള്ള അവസരമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ സ്നേഹമുള്ളവരെ, ഒന്ന് സഹിച്ച് പ്രവർത്തിച്ചു നോക്കുക. അച്ഛൻ ഓർക്കുകയാണ്, ഒരു ധ്യാനം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ധ്യാനത്തിൽ സഹായിക്കുവാനായിട്ട് ഒരു മകളുണ്ടായിരുന്നു. അപ്പോൾ സ്തുതിപ്പിന് ആ മകളെ ഏൽപ്പിച്ചിരുന്നു. സ്തുതിപ്പ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ മകള് വന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് കയറാൻ പറ്റില്ല, കാരണം കൂട്ടത്തിലുള്ള ഏതൊരു ശുശ്രൂഷയിൽ എന്തോ പറഞ്ഞ് ആ മകൾക്ക് വേദനയായി, എനിക്ക് സ്തുതിപ്പിക്കാൻ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ മകളോട് പറഞ്ഞു, മകളെ, നീ ഈ വേദനയോടുകൂടി സ്തുതിക്കാൻ കയറുക, അവിടെ ദൈവം ഇടപെടുന്നു പറഞ്ഞു. ആദ്യം സമ്മതിച്ചില്ലെങ്കിലും എൻ്റെ വാക്ക് അനുസരിച്ച് ഈ മകൾ കയറുകയാണ്. ആ സ്തുതിപ്പ് 15 മിനിറ്റാ പറഞ്ഞെങ്കിലും 45 മിനിറ്റ് പോയി. പക്ഷെ അതിനുശേഷം ആ മകൾ വന്ന് പറഞ്ഞ ഒരു സാക്ഷ്യമുണ്ട്, അച്ചോ, ഇത്ര നാളും സ്തുതിച്ചതിനേക്കാളും വലിയൊരു അനുഭവമായിരുന്നു ഈ സ്തുതിപ്പ് എന്ന്. കാരണം എൻ്റെ ഈ സ്തുതിപ്പിൽ എൻ്റെ സഹനത്തെയും വേദനിപ്പിച്ച വ്യക്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിൻ്റെ വലിയ സ്നേഹവും ക്ഷമയും അനുഭവിക്കാൻ സാധിച്ചുവെന്ന്. സ്നേഹമുള്ളവരെ, നമുക്ക് സഹിക്കണം, നന്മ ചെയ്തുകൊണ്ട്, നമ്മുടെ ആത്മാവിനെ പിതാവായ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട്. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാൻ, കരങ്ങൾ കൂപ്പാം. നമ്മളെല്ലാവരും സഹിക്കുന്നവരാ. പത്രോസ്ലീഹ പറഞ്ഞ ആ വചനം ഒരിക്കൽ കൂടി മനസ്സിലേക്ക് കൊണ്ടുവരാം. ദൈവികതമനുസരിച്ച് സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് വിശ്വസ്തനായ സൃഷ്ടാവിന് തങ്ങളുടെ ആത്മാക്കളെ ഭരമേൽപ്പിക്കട്ടെ. ഓ കർത്താവെ, എൻ്റെ ആത്മാവിനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ കുടുംബത്തിലെ, ജോലി സ്ഥലത്തെ, വ്യക്തിപരമായ ജീവിതത്തിലെ എല്ലാ സഹനങ്ങളിലും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കൃപ തരണമേ. ക്രിസ്തുവിൻ്റെ മകനും മകൾ എന്ന രീതിയിൽ സഹിക്കേണ്ടി വരുമ്പോൾ ലജ്ജിക്കാതെ അഭിമാനത്തോടുകൂടി ദൈവത്തിനെ മഹത്വപ്പെടുത്തുവാൻ കൃപ തരണമേ. വചനമായി കടന്നു വരണമേ. വചനത്തിന്റെ ശക്തിയാൽ ജീവിക്കുവാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രോഗാവസ്ഥയിലേക്ക്, സഹനത്തിലേക്ക്, പ്രശ്നങ്ങളിലേക്ക് യേശുവിൻ്റെ ശക്തി ഈ നിമിഷം കടന്നു വന്ന് ഞങ്ങളെ സഹിക്കുന്ന വ്യക്തികളായി, നന്മ ചെയ്ത് ജീവിക്കുന്ന വ്യക്തികളായി മാറുവാൻ കൃപ തരണമേ. അമ്മേ മാതാവേ, ദൈവത്തെ പ്രതി, യേശുവിനെ പ്രതി സഹിച്ച അമ്മേ, എല്ലാ സഹനത്തിലും കൂടെ നിൽക്കുകയും ചെയ്യണമേ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.